കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ കൊലപാതക കേസിൽ കസ്റ്റഡിയിൽ. രേണുക സ്വാമി എന്നയാളുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡി. ദർശന്റെ സുഹൃത്ത് പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് കൊലപാതകം. KB ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, സന്ദേശം അയച്ചതിന്റെ പേരിൽ ഒരു കൊലപാതകം, അതും ഒരു നടൻ അറസ്റ്റിലാകുന്നു. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് കൊലപാതകം നടന്നത്? എന്തായിരുന്നു സംഭവം? ഈ അടുത്ത ദിവസങ്ങളിലാണ് കാമാക്ഷിപ്പാളയം എന്നുള്ള സ്ഥലത്ത് റോഡരികിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ആകെ മർദ്ദനമേറ്റ് ആകെ തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചിത്രദുർഗ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെയാണ്, രേണുകാസ്വാമി എന്നുള്ള വ്യക്തിയുടേതാണ് ഈ മൃതദേഹം എന്ന് കണ്ടെത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ദർശനിലേക്ക് ഈ അന്വേഷണം എത്തുന്നത്. അതായത് ദർശന്റെ സുഹൃത്തും നടിയുമായിട്ടുള്ള പവിത്ര ഗൌഡയുമായി ബന്ധപ്പെട്ടാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഈ പവിത്ര ഗൌഡയ്ക്ക് ഈ രേണുകാസ്വാമി എന്ന ഈ കൊല്ലപ്പെട്ട വ്യക്തി അശ്ലീല സന്ദേശം തുടരെ അയച്ചിരുന്നു. ഇത് അവർ വിലക്കുകയും ഇതിനെ ചൊല്ലി തർക്കമുണ്ടാവുകയും ചെയ്തു. ഈ വിവരം പവിത്ര ദർശനെ അറിയിക്കുകയും പിന്നീട് ദർശൻ ഇടപെട്ടുകൊണ്ട് ഈ രേണുകാസ്വാമിയെ വീട്ടിലേക്ക്, മൈസൂരിലുള്ള ഫാം ഹൗസിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന് അവിടെ വെച്ച് ക്രൂര മർദ്ദനത്തിന് വിധേയനാക്കുകയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ മർദ്ദനത്തിൽ ഈ രേണുകാസ്വാമി കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം വൈകാതെ ഈ മൃതദേഹം ഈ കാമാക്ഷിപ്പാളയത്തുള്ള ഒരു പാലത്തിനടിയിൽ ഉപേക്ഷിച്ചു. ദർശനെ കൂടാതെ 9 പേരെ കൂടി നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ B. ദയാനന്ദ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. നിലവിൽ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യം ഇയാളെ അറസ്റ്റ് ചെയ്ത തരത്തിലായിരുന്നു വിവരങ്ങൾ വന്നത്. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇദ്ദേഹത്തെയും അതുപോലെ തന്നെ 9 ബൗൺസർമാരെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദർശൻ എന്നുള്ളത് ഈ കർണാടകയിലെ കന്നഡ സിനിമയിലെ സാൻഡൽവുഡിലെ ഏറ്റവും പ്രധാന താരങ്ങളിൽ ഒരാളാണ്. അതുപോലെ തന്നെ വളരെ വിവാദങ്ങൾ എപ്പോഴും വിളിച്ചു വരുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതായാലും ആ വിവാദങ്ങളുടെ ഒരു തുടർച്ച എന്ന് വേണം ഇപ്പോൾ ഈ ഒരു കൊലപാതക കേസിനെ കാണാൻ. ഏതായാലും എന്താണ് ഇതിന് പ്രധാന കാരണം? ഈ ഒരു കേസ് മാത്രമാണോ, ഈ ഒരു വൈരാഗ്യം മാത്രമാണോ ഇതിന് കാരണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഏതായാലും അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരൂ.